a classic by Dostoevsky, The White Knights. ഈ ഒരു കുട്ടി പുസ്തകത്തിന്റെ റിവ്യൂ ആണ് ഇന്ന് നന്മാസ് വേൾഡ് ഓഫ് ബുക്സിലൂടെ നിങ്ങൾക്ക് വേണ്ടി ഷെയർ ചെയ്യാൻ പോകുന്നത്. 2 ദിവസം എടുത്തുള്ളൂ ഈ ഒരു പുസ്തകം വായിച്ചു തീർക്കാൻ. ഒരു കുട്ടി പുസ്തകം. നമുക്ക് പക്ഷെ ഈ പുസ്തകം സമ്മാനിക്കുന്നത് കൈ നിറയെ ഓർമ്മകളാണ്. ശരിക്കും ഈ പുസ്തകത്തെ കുറിച്ച് പറയാനാണെങ്കിൽ ഈ പുസ്തകം എൻ്റെ മനസ്സ് ക്യാപ്ചർ ചെയ്തു, എന്നിട്ട് എന്താ പറയാ ഉടച്ചു എന്നൊക്കെ വേണമെങ്കിൽ പറയാം. അത്രയ്ക്കൊരു ഹാർട്ട് ടച്ചിങ് ആയിട്ടുള്ള, ഹാർട്ട് വാർമിങ് ആയിട്ടുള്ള, എന്നാൽ അതേസമയം എന്താ പറയാ നമ്മളെ അങ്ങ് ബ്രേക്ക് ചെയ്ത് കളയുന്ന ഒരു പുസ്തകമാണ്. നമ്മളെ മൊത്തത്തിൽ അങ്ങ് ഇല്ലാതാക്കി കളയുന്നൊക്കെ വേണമെങ്കിൽ പറയാം. അങ്ങനത്തെ ഒരു പുസ്തകം, അത്രയധികം നമ്മൾ സ്വാധീനം ചെലുത്താൻ ചാൻസ് ഉള്ള ഒരു പുസ്തകം. അതാണ് ദസ്തയേവ്സ്കിയുടെ ദ വൈറ്റ് നൈറ്റ്സ്. ഈ ഒരു പുസ്തകത്തിലെ 2 കഥകളാണുള്ളത്, ദ വൈറ്റ് നൈറ്റ്സും ബോബോ സ്റ്റോറിയിലോട്ട് ഞാൻ നിങ്ങളെ കൊണ്ടുപോകാൻ പോവാണ്. നമ്മുടെ വൈറ്റ് നൈറ്റ്സിലെ മെയിൻ ക്യാരക്ടർ പേരൊക്കെ എൻ്റെ അടുത്ത് ചോദിക്കരുത്, എനിക്ക് അറിയില്ല. Her name was mentioned above 130 times. ഇതിലെ മെയിൻ എന്താ പറയാ ഫീമെയിൽ ക്യാരക്ടർ, അതായത് നസ്തേൻക എന്ന പേര് 130-ൽ കൂടുതൽ പ്രാവശ്യം ഈ ഒരു പുസ്തകത്തിൽ മെൻഷൻ ചെയ്തിട്ടുണ്ട്. പക്ഷെ അതിന്റെ മെയിൻ ക്യാരക്ടർ നമ്മുടെ ഡ്രീമർ ആയിട്ടുള്ള പേരറിയില്ല. ആരുടെ പേര് ഒരു വട്ടം പോലെ ഇതിൽ മെൻഷൻ ചെയ്തിട്ടില്ല എന്നുള്ളതാണ്. ഈ ഒരു ക്ലാസിക്കില് നസ്തേൻകയുടെയും നമ്മുടെ ഡ്രീമറിന്റെയും കോൺവെർസേഷൻസ്, അതായത് വളരെ ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള രീതിയിലാണ് ദസ്തയേവ്സ്കി അവതരിപ്പിച്ചിട്ടുള്ളത്. അവരുടെ കണ്ടുമുട്ടൽ, അത് കഴിഞ്ഞിട്ട് അവരുടെ ഓരോ കോൺവെർസേഷൻസ്, ഓരോ രാത്രിയിലെയും അവരുടെ കോൺവെർസേഷൻസ്, നസ്തേൻക കഥ പറയുക, നസ്തേൻകയുടെ കഥ പറയുമ്പോൾ, അതായത് നസ്തേൻകയുടെ ബ്ലൈൻഡ് ആയിട്ടുള്ള ഗ്രാൻഡ് മദർ പിൻ ചെയ്ത് വെക്കും. അങ്ങനെയൊക്കെ നസ്തേൻകയുടെ കഥ പറയുന്നത്. നസ്തേൻകയുടെ വീട്ടില് ഒരു ആളെ താമസിക്കുന്നുണ്ടോ റെന്റിന്. അങ്ങനെ നസ്തേൻകയുടെ കഥ പറയുമ്പോ അത് നമ്മുടെ ഡ്രീമർ കേൾക്കുന്നത് ഡ്രീമറിന്റെ ഭാഗത്തിൽ നിന്ന്. ഡ്രീമറിന് നമ്മളെ പോലെ ഒരു എന്താ പറയാ ഒരു ഓവർ തിങ്കർ എന്നൊക്കെ വേണമെങ്കിൽ പറയാം, അല്ലെങ്കിൽ ഡ്രീമർ നമ്മുടെ മെയിൻ ക്യാരക്ടർ. സോ ഡ്രീമറുടെ കണ്ടിന്യൂസ് ആയിട്ടുള്ള സംസാരം, ഇതൊക്കെ തന്നെ എന്താ പറയാ ഒരു നമ്മുടെ മനസ്സിനെ അത്രയധികം പിടിച്ചിരുത്തുന്ന ഒരു വേയിലാണ് ദസ്തയേവ്സ്കി എഴുതിയിട്ടുള്ളത്. അപ്പോ പിന്നെ നസ്തേൻകയുടെയും ആ ഡ്രീമറിന്റെയും തമ്മിലുള്ള ഒരു സ്നേഹം, ഈവൻ തോ നസ്തേൻക എത്ര വട്ടം പറയും എന്നെ ലവ് ചെയ്യരുത്, പക്ഷെ ആ ഡ്രീമർ നസ്തേൻകയോട് തോന്നുന്ന ആ ഒരു ഫീലിങ്സ്, അതൊക്കെ ഈ ഒരു പുസ്തകത്തിൽ വളരെ രസകരമായിട്ട് എഴുതിയിട്ടുണ്ട് ദസ്തയേവ്സ്കി. അത്രയധികം നമ്മുടെ മനസ്സിനെ ക്യാപ്ചർ ചെയ്യുന്ന, നമ്മുടെ മനസ്സിനെ പീസസ് ആയിട്ട് ഷാറ്റർ കൂടെ ചെയ്യുന്ന ഒരു പുസ്തകമാണ്. അത്രയധികം നമുക്ക് വിഷമം തോന്നുന്ന ഒരു പുസ്തകം കൂടിയാണ്, ഒരു കഥ കൂടിയാണ് വൈറ്റ് നൈറ്റ്സ്. 2ാമത്തെ കഥ ബോബോക്ക്. ഈ ഒരു പുസ്തകം ഒരു മസ്റ്റ് റീഡ് ആണ്, ഈ ഒരു ക്ലാസിക്. ഓക്കെ, 2ാമത്തെ കഥയിലോട്ട് പോവാം. ബോബോക്ക് അത് ഡിപ്രാവിറ്റി ബിയോണ്ട് ദ ഗ്രേവ്. അതായത് ഇവിടെ ചെയ്തിരുന്ന കാര്യങ്ങൾ, ഒരാള് ജസ്റ്റ് ഒരു ഔട്ട്ലൈൻ പറഞ്ഞുതരാം. ഒരാൾ ഒരു ഗ്രേവിലിരുന്ന് ഓവർ ഹിയർ ചെയ്യുന്ന കാര്യങ്ങളാണ്. അതായത് ഗ്രേവിന്റെ, അതായത് ആ ഒരു താഴെ, നമ്മൾക്കറിയാം ഗ്രേവിന്റെ താഴെ നിന്ന് വരുന്ന ശബ്ദങ്ങൾ, ആൾ കേൾക്കുന്ന ശബ്ദങ്ങളാണ് ആ 2ാമത്തെ കഥയായ ബോബോക്കിൽ പറഞ്ഞിട്ടുണ്ട്. ആ ശബ്ദങ്ങൾ എന്ന് പറയുന്നത് അവരവരെ ചെയ്ത തെറ്റുകൾ, അവർക്ക് പരസ്പരം കുറ്റപ്പെടുത്തലുകൾ, അതൊക്കെയാണ് ബോബോക്കിൽ ഉള്ളത്. അപ്പോ അങ്ങനെയുള്ള കാര്യം പെട്ടെന്ന് ലാസ്റ്റ് പറഞ്ഞാൽ ഈ ഓവർ ഹിയർ ചെയ്യുന്ന ആളൊരു സ്നീസ് ചെയ്യും, അപ്പോഴത്തേക്കും ആ സൗണ്ടുകളൊക്കെ പോകുമെന്നാണ്. സോ എന്തായാലും അതും ഇതേപോലെ തന്നെ. പക്ഷെ വൈറ്റ് നൈറ്റ്സ് ആൻഡ് ബോബോക്ക് വെച്ച് നോക്കുമ്പോൾ ഓഫ് കോഴ്സ് വൈറ്റ് നൈറ്റ്സ് ഞാൻ ചൂസ് ചെയ്യത്തുള്ളൂ. അത്രയധികം വൈറ്റ് നൈറ്റ്സ് നമ്മളുടെ ഒരു എന്താ പറയാ ഒരു നമ്മളെ എന്താ ചെയ്യിപ്പിക്കും നമ്മൾ ആ ഒരു കഥയിലോട്ട്. നമ്മൾ അത്രയധികം
എന്നൊക്കെ പറയില്ലേ, നമ്മൾ വേറൊരു ലോകത്തിൽ തന്നെ ആയിരിക്കും പുസ്തകം വായിക്കുമ്പോ എന്നുള്ളത്. അതായത് പുസ്തകം വായിക്കാത്ത ഒരാൾ ഒരു ലൈഫേ ജീവിക്കും, പുസ്തകം വായിക്കുന്ന ഒരാൾ അൺലിമിറ്റഡ് ലൈഫ്സ് ആയിരിക്കും ജീവിക്കുന്നത്, അല്ലെ? അൺലിമിറ്റഡ് സ്റ്റോറീസിലൂടെ ആയിരിക്കും കാണുന്നത്. അതേപോലെ അത്രയധികം നമ്മളെ പിടിച്ചിരുത്തുന്ന ഒരു കഥയാണ് വൈറ്റ് നൈറ്റ്സ്. ഓഫ് കോഴ്സ് നല്ലൊരു കഥ തന്നെയാണ്, പക്ഷെ വൈറ്റ് നൈറ്റ്സിന്റെ അത്രയും നമ്മളെ ക്യാപ്ചർ ചെയ്യാൻ പറ്റുമോ എന്ന് ചോദിച്ചാൽ ഇല്ല. അപ്പൊ ഇതൊരു എന്താ പറയാ, ക്ലാസിക്സിലോട്ട് വരുന്ന ആൾക്കാർക്ക് തീർച്ചയായും ബിഗിനർ ഫ്രണ്ട്ലി ബുക്ക് കൂടിയാണ്. അതായത് ക്ലാസിക്സ് തുടങ്ങാൻ ആഗ്രഹമുള്ളവര് ആദ്യം തുടങ്ങുന്നത് വൈറ്റ് നൈറ്റ്സ് വെച്ചായിരിക്കണം എന്നാണ് ഞാൻ പറയുക. സോ എനിക്കിനി പെൻഗ്വിൻ ക്ലാസിക്സിന്റെ പുസ്തകങ്ങളൊക്കെ വായിക്കണമെന്നുണ്ട്. ദസ്തയേവ്സ്കിയുടെ ഇനിയുള്ള വാർ ആൻഡ് പീസ്, വാർ ആൻഡ് പീസിന്റെ മലയാളം പുസ്തകം എന്റെ കയ്യിലുണ്ട്, അപ്പൊ അത് വായിക്കണം. ഞാൻ ക്ലാസിക്സ് മുൻപ് അന്ന കരേനയൊക്കെ വായിച്ചിട്ടുണ്ട്, ടോൾസ്റ്റോയുടെ അമ്മ വായിച്ചിട്ടുണ്ട് അമ്മ എന്ന പുസ്തകം വായിച്ചിട്ടുണ്ട്. അങ്ങനെ കുറച്ച് പുസ്തകങ്ങൾ ക്ലാസിക്സിൽ നിന്ന് വായിച്ചിട്ടുണ്ട്, കാടിന്റെ വിളി. പക്ഷെ ഇത് മറ്റൊരു അനുഭവം തന്നെയായിരുന്നു. അതൊക്കെ ഞാൻ മലയാളത്തിലാണ് വായിച്ചത്. പക്ഷെ ഈ ഒരു പുസ്തകം സത്യം പറഞ്ഞ 2 റഷ്യൻ കഥകൾ, വളരെ മനോഹരമായിട്ട് ദസ്തയേവ്സ്കി എഴുതിയിരിക്കുന്ന 2 റഷ്യൻ കഥകൾ. അപ്പൊ അതൊക്കെ തന്നെയാണ് എനിക്ക് ഒരു പുസ്തകത്തെ പറ്റി പറയാനുള്ളത്. ഒരു ചെറിയ പുസ്തകം നിങ്ങൾ എല്ലാവരും വായിക്കുക. അപ്പോ അത്രേ ഉള്ളൂ ഇന്നത്തെ റിവ്യൂവിൽ ദസ്തയേവ്സ്കിയുടെ വൈറ്റ് നൈറ്റ്സിനെ കുറിച്ച് പറഞ്ഞിട്ടുണ്ട്. നമുക്കപ്പോ അടുത്ത ദിവസം അടുത്ത റിവ്യൂമായി വീണ്ടും കാണുന്നത് വരെ സ്റ്റേ ട്യൂൺഡ്. ദിസ് ഈസ് മീ നന്മ സൈനിങ് ഓഫ്.